ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ദേ വന്നിട്ടുള്ളത് അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ 1-2 പച്ചമുളകൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു സവോള എടുത്തിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ടാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, കേബേജ് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളത് ചിക്കൻ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കനോ ബീഫോ ഏതായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കനും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതേമാതിരി ചെറുതാക്കി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയിട്ട് നമ്മളതിലേക്കാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടല്ലോ കുരുമുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ക്രഷ് ചെയ്തുകൊണ്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചെടുത്താൽ മതി കേട്ടോ, ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ. അപ്പോൾ അതും കൂടി ഇട്ടെടുത്ത് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ 1 ടീസ്പൂണ് പിന്നെ നമ്മൾ ചില്ലി ഉണ്ടല്ലോ, നമ്മൾ ഉണക്കമുളക് അതൊന്ന് ക്രഷ് ചെയ്ത് കണ്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകും പൊടിയാണ് കേട്ടോ, അത് അത്യാവശ്യം എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് നമ്മൾ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ് 1 ടീസ്പൂണ്. അപ്പോൾ അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ പിന്നെ നമ്മൾ അടിച്ചെടുത്ത് പറഞ്ഞില്ലേ, അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കുണ്ടല്ലോ ആവിയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക, ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ടൊമാറ്റോ സോസും അതേമാതിരി തന്നെ വൈറ്റ് സോസും ആണ് കേട്ടോ. വൈറ്റ് സോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ മയോണൈസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ 3.5 ടേബിൾ സ്പൂണോളം മയോണൈസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ അവസാനമായിട്ട്. നമുക്കിതൊരു പാത്രത്തേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ മസാല വെച്ചിട്ട് പല ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഈ മസാല ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ മയോണൈസും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തതിന് ശേഷം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ പല രീതിയിലും പല ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുക. ഞാനൊരു 1-2 ഒക്കെ വേറെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ബ്രെഡ് കുറച്ച് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ, ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെന്നെ കാട്ടിയാലോ പൊട്ടി പൊളിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏത് സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിലും ബ്രെഡാണെങ്കിൽ ഇതേമാതിരിക്കൊന്ന് ആവി കൊള്ളിച്ചിട്ട് വേണം പരത്തിയെടുക്കാനും ഇതേമാതിരി റോൾ ചെയ്തെടുക്കാനൊക്കെ കേട്ടോ. അപ്പോൾ അതേ ഞാനിതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യുന്നു ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഒന്ന് ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ആവി കയറി നല്ല കുഴഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ അത് നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡൊന്നും കട്ട് ചെയ്യേണ്ട പിന്നെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് പിന്നെ ബ്രെഡ് പൊടിയോ റസ്ക് പൊടിയോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി നല്ല ടൈറ്റിലൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. നമുക്കൊന്ന് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തേച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് മൈദപ്പൊടിയും പിന്നെ കുറച്ച് വറ്റൽമുളക് ക്രഷ് ചെയ്തതും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത് ഒന്ന് പിന്നെ ഇതേമാതിരിക്ക് കലക്കിയെടുത്ത് വെക്കുക. അപ്പോൾ അത് ഞാൻ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നില്ലൊന്ന് കാണിക്കുക. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് ഹോൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ബ്രെഡും അതേമാതിരി തന്നെ ഈ പിന്നെ മസാല അടിപൊളി കോമ്പിനേഷൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ബ്രെഡൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ എന്തായാലും ഒന്ന് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുകൊണ്ടേ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്നില്ല കാണിക്കട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3/4 ടേബിൾ സ്പൂണോളം മസാല നമ്മളിങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ടൈറ്റാക്കി ഉണ്ടാക്കിയ പിന്നെ മൈദ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലൊന്ന് വെച്ചിട്ടൊന്ന് വെല്ലൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മൈദൻ്റെ മിക്സിൽ പിന്നെ ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്രെഡ് പൊടിയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അത് സെറ്റായി നിൽക്കും, ഒട്ടും പൊട്ടിപ്പോരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് അതേമാതിരിക്ക് തന്നെ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ട് കുറേ പറഞ്ഞാൽ 2 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതാ നമുക്കിതൊന്ന് റോൾ ചെയ്ത് അതേമാതിരിക്ക് തന്നെ സെറ്റാക്കി എടുക്കാം. പിന്നെ ഉണ്ട് അതിൻ്റെ മുന്നിട്ട വീഡിയോ എന്താണെന്ന് വെച്ചാൽ അടിപൊളി കറീൻ്റെ വീഡിയോ ആണ് കേട്ടോ. വെള്ളരിക്ക വെച്ചിട്ടുള്ളൊരു അടിപൊളി കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഇതേമാതിരിക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമ്മൾക്കൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇത്രയും മതി കേട്ടോ.
അപ്പോൾ ദേ ഈ രണ്ടെണ്ണീച്ചൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഞാൻ പിന്നെ ഒരു ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ കുറച്ച് സേമിയനും കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മൈദയിൽ മുക്കിയതിന് ശേഷം അതാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ, ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ ഞാൻ മൈദ മുക്കിയതിന് ശേഷം സൈഡിൽ ഇങ്ങനെ സേമിയ മാത്രം ലേസാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ടല്ലോ ചൂടോൽക്കനെ ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.